ഇന്നത്തെ സ്പെഷ്യൽ കേരച്ചൂര മാങ്ങയും മുരിങ്ങയ്ക്കയും ഇട്ട പച്ചയരച്ച കറി. ഓക്കെ ഡിയസ്, നമുക്കിന്ന് ഒരു കേരച്ചൂര വെച്ച് ഒരു വ്യത്യസ്തമായ കറി വെച്ചാലോ. നമ്മൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം സ്പെഷ്യലാണ്. അപ്പോൾ ഞാൻ ഒരു കിലോളം കേരച്ചൂര എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് 6 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തു. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉലുവ ഞാൻ ഇടുന്നുണ്ട്, പക്ഷെ നമുക്ക് കടുക് പൊട്ടിക്കാൻ ഉലുവ ഇടാം. പിന്നെ ഞാൻ പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് തൊണ്ടൻ മുളക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, പിന്നെ ഞാനിടുന്ന പ്രധാന ചേരുവണ്ടോ നല്ല മാങ്ങയും മുരിങ്ങയ്ക്കയും. അത് പുളി അനുസരിച്ച് മാങ്ങയും മുരിങ്ങയ്ക്ക് എടുക്കുക. പിന്നെ എടുത്തത് വെളുത്തുള്ളി, ഇഞ്ചി, 2 ചെറിയ ഉള്ളി, കറിവേപ്പില. ഇത്രയാണ്. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഹൈ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചട്ടി അടുപ്പ് വെച്ച് ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ചൊഴിച്ചില്ല. ആ വെളിച്ചെണ്ണ ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് പിന്നെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, 1 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടി ഇടാം. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ മുരിങ്ങയ്ക്കയും മാങ്ങയും കൂടി ഉണ്ട്. എന്നിട്ട് ആ പുളി ഇറങ്ങേണ്ടതിനകത്ത്. അപ്പം ഞാൻ ഇവിടെ എരിവ് ഞാൻ പറഞ്ഞില്ല, കാരണം കുറവായതുകൊണ്ട് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ഇതിനകത്ത് മസാലകൾ കൂട്ടിയെടുക്കാം കേട്ടോ. പച്ചമുളക് നമ്മൾ നല്ല അരച്ചുകൊണ്ട് നല്ല എരിവുണ്ട് കറിക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വെന്തെടുത്തിട്ട് മാങ്ങ ഇറങ്ങുമ്പോഴാണ് എൻ്റെ രുചി. എന്നിട്ട് നമുക്ക് അരപ്പൊഴിക്കാം. മുരിങ്ങയ്ക്കൊക്കെ ഇച്ചിരി വേവുള്ളതുകൊണ്ട് ഞാൻ മിക്സി കഴുകിയ വെള്ളം ഒന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരച്ച വെള്ളം. അപ്പോൾ അതൊന്ന് നല്ലപോലെ വേവിട്ട് നമുക്ക് അരപ്പൊഴിക്കാം. നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ നല്ല 3/4 വേവായി, മാങ്ങയൊക്കെ നല്ല കറക്റ്റായി. ഞാൻ അരപ്പുവെള്ളത്തെ മിക്സി കഴുകിയ വെള്ളം ഒഴിച്ചു കേട്ടോ. അരപ്പുവെള്ളം ഒഴിക്കാൻ പോകുന്നുള്ളൂ. ഇതാണ് നമ്മുടെ അരപ്പ് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ മുരിങ്ങയ്ക്ക് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ ജോലിഭാരം ഒരു 3/4 കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ലപോലെ തിളയ്ക്കുക. മീൻ പീസസ് ഇടുക കേട്ടോ. അപ്പം നമ്മുടെ അരപ്പെല്ലാം നല്ലപോലെ തിളച്ച് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, അസാധ്യ രുചി. മീൻ ചേർക്കുന്നതിന് മുമ്പ് തന്നെ അരപ്പിന് നല്ല ടേസ്റ്റ്. ആ മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ ചേർന്ന് നല്ല ടേസ്റ്റ്. അതിന് നമുക്ക് മീൻ പറക്കിയിടാം. ഇത് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ റിക്വസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം സ്പെഷ്യലാണ് കേരച്ചൂര. അല്ലെങ്കിൽ സാധാ ചൂരയായാലും മതി. ഇത് നല്ല ടേസ്റ്റ്, നല്ല വിളഞ്ഞ ചൂരയാണ്, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നമുക്കിതൊന്ന് ഇട്ടിട്ട് തിളപ്പിക്കാം. ഐഡിയസ്, അപ്പം നമ്മുടെ മീനിൻ്റെ അരപ്പെല്ലാം നല്ലപോലെ തിളച്ച് മീനൊക്കെ വെന്ത് കണ്ടോ. സൂപ്പറായിട്ട് ഇത് ഭയങ്കര അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതൊന്ന് അത്യാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊന്ന് തെളിയിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഒരു കടുകൂടെ പൊട്ടിക്കണേ. അപ്പോൾ ഞാൻ മീൻകറി ഓഫ് ചെയ്യാണ് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കണ്ടോ, സൂപ്പറായിട്ട് തെളിഞ്ഞ് വന്ന്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിടാം. ഇതിൻ്റെ ഗ്രേവി അസാധ്യ ടേസ്റ്റാണ്. മീനും അത് തന്നെ നല്ല ടേസ്റ്റ് വെച്ചാൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ റിക്വസ്റ്റാണ്. ഇത് മാത്രം മതി, ഒരു പറ ചോറുണ്ട്. ഓക്കെ, നമുക്ക് മീൻ കറിക്കൊന്ന് കടുക് ഇറക്കണ്ടേ. അതിന് വേണ്ടി ഞാൻ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇത് കട്ട് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഉലുവാപ്പൊടി നേരത്തെ ചേർത്തില്ല. അപ്പോൾ ഉലുവ, പിന്നെ കടുക്, പിന്നെ നമ്മുടെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിയിട്ട് വേണം നമുക്ക് കറിവേപ്പില ഇടാൻ. ഓക്കെ, നമ്മുടെ ഉലുവയും കടുവും എല്ലാം പൊട്ടി. ഈ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. അങ്ങനെ നമ്മുടെ കേരച്ചൂര മുരിങ്ങയ്ക്കയും മാങ്ങയും ഇട്ട കറി റെഡിയായി. ഇതാക്കണ്ട ടേസ്റ്റ് വളരെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ റിക്വസ്റ്റാണ്, എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ചോറ് കൂടുതൽ വെച്ചിട്ട് ഇത് ചെയ്യാവൂ. അതുപോലെ ചോറ് കഴിക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് എന്താണ് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഹൈപ്പ് ചെയ്യുക.